ലൈവ് സ്നിപ്പറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള 3 പേരുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യ 3 പേരിൽ ആദ്യത്തെയാൾ മലയാളം ടെലിവിഷൻ രംഗത്തെ ഏറ്റവും പ്രശസ്തയായ നടികളിൽ ഒരാളായ രേഖ രതീഷാണ്. പല സീസണുകളിലും ശ്രീമതി രേഖ രതീഷിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഇത്തവണത്തെ സീസണിൽ രേഖ രതീഷ് മത്സരത്തിനായി ഉണ്ടാവുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. തന്റെ 2ാം വയസ്സിൽ ബാലതാരമായി തമിഴിൽ അരങ്ങേറ്റം കുറിച്ച രേഖ രതീഷ് പിന്നീട് നിരവധി സിനിമകളിലും തമിഴ് മലയാളം സീരിയലുകളിലും അഭിനയിച്ച് ശ്രദ്ധ നേടിയിട്ടുണ്ട്. മലയാളം ടെലിവിഷൻ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന രേഖ രതീഷ് തന്റെ കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയാണ് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കുന്നത്. രേഖ രതീഷിന്റെ ഈ പ്രേക്ഷക പിന്തുണ ബിഗ് ബോസ് വീട്ടിൽ ഒരു മുതൽക്കൂട്ട് ആവുമെന്നതിന് സംശയമൊന്നുമില്ല. രേഖ രതീഷ് BB8 ഒരു മത്സരാർത്ഥിയായി ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലിസ്റ്റിലെ അടുത്ത പേര് ഒരു സോഷ്യൽ മീഡിയ താരമാണ്. കഴിഞ്ഞ പല സീസണുകളിലും ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഇത്തവണ ബിഗ് ബോസ് സീസൺ 8 ഉണ്ടാവുമെന്ന് കരുതപ്പെടുന്ന ആളാണ് നാഗ സൈരേന്ദ്രി ദേവി. അവരുടെ യഥാർത്ഥ പേര് ദിവ്യ രാജൻ എന്നാണ്. കൊല്ലം കുളനട സ്വദേശിയായ ഇവർ തന്റെ വ്യത്യസ്തമായ സംസാര ശൈലിയിലൂടെയും വീഡിയോകളിലൂടെയുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളത്. പന്തളം NSS കോളേജിൽ നിന്ന് BA പൊളിറ്റിക്സ് ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇവരുടെ പല ഡയലോഗുകളും സോഷ്യൽ മീഡിയയിൽ ട്രോളായി വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഇവർ BB സീസൺ 8 വരികയാണെങ്കിൽ ഒരു മത്സരാർത്ഥിയുമായി എങ്ങനെ ഇടപഴകും എന്നുള്ളത് പ്രേക്ഷകർക്ക് ആകാംക്ഷ നിറഞ്ഞ ഒരു കാര്യവുമാണ്. ലിസ്റ്റിലെ അടുത്ത പേരെന്ന് പറയുന്നത് ഗായത്രി സുരേഷിൻ്റെതാണ്. ഒരു മലയാള ചലച്ചിത്ര നടി എന്നതിലുപരി മോഡലും ബാങ്ക് ജീവനക്കാരിയുമാണ് ഗായത്രി സുരേഷ്. 2014 മിസ് കേരള പട്ടം നേടിയതോടുകൂടിയാണ് അവർ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. മലയാള സിനിമ കൂടാതെ തമിഴ് തെലുങ്ക് സിനിമകളിലും ഗായത്രി അഭിനയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ഗായത്രി തന്റെ അഭിപ്രായങ്ങൾ വീഡിയോയിലൂടെയും അഭിമുഖത്തിലൂടെയും തുറന്നു പറയുന്നത് വഴി പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുമുണ്ട്. കഴിഞ്ഞ സീസണിൽ ഗായത്രിയെ ഷോയിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും സിനിമയിലെ തിരക്ക് കാരണം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഇത്തവണ ബിഗ് ബോസ് സീസൺ 8 ഉറപ്പായും ഗായത്രി ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത 3 പേരുടെയും പേരുകൾ ബിഗ് ബോസ് സീസൺ 8 പ്രവചന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും അവസാന തീരുമാനം ഏഷ്യാനെറ്റിന്റെ മാത്രമാണ്. ബിഗ് ബോസ് സീസൺ 8 ഏറ്റവും പുതിയ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. BB8 പുതിയ അപ്ഡേറ്റുമായി നാളെ കാണാം. താങ്ക്